നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റ് ദാറ്റ് ഈസ് ഫെബ്രുവരി 2024 ഫസ്റ്റ് ഷിഫ്റ്റിലെ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. സോ ഒന്നാമത്തെ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുക. ചോദ്യം കണ്ടാൽ തന്നെ അറിയാം, യങ്സ് മോഡുലസും ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടെമ്പറേച്ചർ എന്ന് ആലോചിക്കുമ്പോൾ അവിടെ നമ്മൾ നേരെ പോകേണ്ടത് നമ്മൾ ബേസ്ഡ് ഓൺ സോളിഡ്സ് എന്ന കേസിലാണ് നമ്മൾ യങ്സ് മോഡുലസിനെ കുറിച്ച് പഠിക്കുന്നത്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എന്നറിയാം. അപ്പം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. നമുക്ക് ഇതിനൊക്കെ ടെമ്പറേച്ചർ, റൈസ് ഇൻ ടെമ്പറേച്ചർ, റൈസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്, ടെമ്പറേച്ചറിന് എത്രത്തോളം ചേഞ്ച് ഉണ്ടായി എന്നുള്ള കണ്ടീഷൻ ഇവിടെ കൊണ്ടുവരണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വസ്തുവിന് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചറിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് മൂലം അതിന്റെ ലെങ്തിൽ വ്യത്യാസം ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എവിടെയാണ്? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ പറയാം, ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ലെങ്തിന്റെ ചേഞ്ച് അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒറിജിനൽ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വസ്തുത എനിക്ക് ഇവിടെ എഴുതാം അല്ലെ, ഡെൽറ്റ എൽ പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ ലെങ്ത് ആൻഡ് ഡെൽറ്റ ടി, ഓർ ഡെൽറ്റ എൽ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻടു എൽ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ഞാൻ ഇവിടുന്ന് ഡെൽറ്റ എൽ ബൈ എൽ കണ്ടുപിടിക്കാൻ വേണ്ടി ആൽഫ ഡെൽറ്റ ടി എന്ന് എഴുതാം. കാരണം അത് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്, അതല്ലേ ആക്ച്വലി സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് കൊടുത്തു യങ്സ് മോഡുലസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ദാറ്റ് ഈസ് സ്ട്രെസ് ആണ്, ബൈ സ്ട്രെയിനിന് പകരം ഞാൻ ആൽഫ ഡെൽറ്റ ടി എന്ന് കൊടുത്തു. ദാറ്റ് മീൻസ് യങ്സ് മോഡുലസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നല്ലേ. യങ്സ് മോഡുലസ് റൈസ് ഇൻ ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ യങ്സ് മോഡ് പറയുന്നത് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ്. അപ്പൊ ചേഞ്ച് കൂടുകയാണ്. കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യങ്സ് മോഡുലസ് എന്ത് ചെയ്യും? ഡിക്രീസ് ആണ് ചെയ്യുക. ഡിക്രീസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ 2 ആണ്. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ.